സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? Hello friends. Hello, it's me, Appu. We are watching Brothers and Sisters. Yo, yo, yo! ഓക്കെ, അപ്പം ഞങ്ങൾ ബിന്ദുലു ഒന്ന് പോവാണ്, നാട്ടിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾക്ക് 4:30 4:45 ഫ്ലൈറ്റ്. ഇപ്പോൾ ഇവിടെ സമയം 2 മണിയായി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഗേജ്. പിന്നെ ഈ പോകുന്നതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തിരിച്ചൊരു റിട്ടേൺ ഉണ്ടാവില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും റിട്ടേൺ ഉണ്ടാവില്ല. അപ്പോൾ ഗുഡ് ബൈ ടു ബിന്ദുലു ആണ് എനിക്കും അപ്പുക്കുട്ടനും. അപ്പോൾ അപ്പൂനെ ഞങ്ങൾ നാട്ടിൽ സ്കൂളിൽ ചേർത്താൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ അവന് 4.5 വയസ്സായി. ഒരു 6 മാസത്തിൽ വന്നതവൻ. ഇപ്പം 4.5 വയസ്സിൽ ഇപ്പം പോവാണ് ഇവിടുന്ന്. അപ്പോൾ കൂടുതൽ ടൈം അവൻ ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോകണം ചോദിക്കുമ്പോൾ അവന് ഇഷ്ടമില്ല. അവന് വ്ളോഗ് മിസ് ചെയ്യും, പാർക്ക് മിസ് ചെയ്യും, മാക്ഡൊണാൾഡ്സ് മിസ് ചെയ്യുന്നൊക്കെയാണ് അവൻ പറയുന്നത്. ബിന്ദുലു നല്ലൊരു മെമ്മറീസ് മാത്രമാണ് തോന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, പീസ്ഫുൾ ആണ്. സങ്കടമുണ്ട്. അപ്പോൾ എവിടേക്കാ പോണേ? നാട്ടില ഇവിടെ മിസ് ചെയ്യോ? അപ്പൊ എന്റെ ഫ്രണ്ടിനോട് ബൈ ബൈ പറഞ്ഞ അവൻ നോക്കിയാ ഡേ ഹേ ഹേ എന്ന് വിളിച്ചോക്കെ. ഞങ്ങള് എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ലഗേജ് ഉണ്ട്, ഒരു 10 ലഗേജോളം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്. ഞങ്ങൾ പോവാണ് ബിന്ദുലുന്ന്. കഴിഞ്ഞ് ബിന്ദുലു വാസം 2 പേരൊക്കെ അത്യാവശ്യം ലഗേജ് ഉണ്ട്. ചെക്ക് ഇൻ ചെയ്യാൻ 4 ലഗേജ് ഉണ്ട്, 60 കിലോ. ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന മെഷീനാണ്. ഇവിടെ അതെ, സെൽഫ് ചെക്ക് ഇൻ ആണ്. സെൽഫ് ചെക്കിങ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ആ മെഷീനിൽ പോയിട്ട് ബോർഡിംഗ് പാസും പിന്നെ ലഗേജിൻ്റെ ടാഗും അതൊക്കെ ആ മെഷീനിൽ നിന്ന് എടുക്കണം. ഇത് ബോർഡിംഗ് പാസ് ആണ്. ഞങ്ങളിപ്പോൾ ബിന്ദുലു എയർപോർട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കോലാലംപൂർക്ക് 3 ദിവസം നിൽക്കും. 3 ദിവസം നിന്നിട്ട് അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. അതാണ് പരിപാടി. ബോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ പ്ലെയിനിൽ കയറാൻ പോവുകയാണ്. കോലാലംപൂർക്ക് പോകണം. അപ്പോൾ അവിടെ നമ്മുടെ ഗോപ നിൽപ്പുണ്ട്. നമ്മുടെ വേറൊരു യൂട്യൂബറാണ്, ട്രാവൽ വിത്ത് ഗോബ്സ് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ഗോപകുമാർ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഗോപനെ കാണണം. ആദ്യമായിട്ടാണ് കാണുന്നത്. യൂട്യൂബിൽ കൂടെ കണ്ടുള്ള പരിചയമാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കിപ്പം എന്താണ് വായക്കൊള്ളാത്ത ഒരു ഫ്രൈഡ് റൈസ്. ഒരു ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് വിത്ത് വാട്ടർ. ഇതാണ് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. KLIA 2, KLIA 1 ഉണ്ട്, അത് വേറെ. ഇവിടെ ആകെ 10 ബെൽറ്റുകളിലായിട്ടാണ് ലഗേജ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ലഗേജ് വരുന്നത് ഏത് ബെൽറ്റിലാണെന്നുള്ളത് നമ്മൾ സ്ക്രീനിൽ നോക്കണം. എന്നിട്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ലഗേജ് കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ഗോപകുമാർ. പുള്ളിനൊന്ന് കണ്ടുപിടിക്കണം. ഗോപകുമാറിനെ കണ്ടുപിടിക്കാനേ ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സാധനം കയ്യിലുണ്ടോ? പുള്ളിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലേ, ആളെ തിരിച്ചറിയാനായിട്ടാണ്. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ?
ഇതുവരെ സാധനം കയ്യിലുണ്ടോന്ന് വെച്ചിട്ട് ആരും വന്നില്ല. ഇവിടെ ഇയാള് സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. ആ ഇതന്നെ ആള് നമ്മുടെ ആള്. അപ്പൊ ഗോപന്റെ വണ്ടിയിൽ ഇത് മുഴുവൻ ഞങ്ങൾക്ക് കയറ്റണം, കേറും നോക്കണം. അപ്പൊ ശരി, ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ലഗേജ് മുഴുവൻ ഗോപൻ്റെ വണ്ടിയിൽ കുത്തി നിറച്ച് ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് അടുത്ത പരിപാടി ഫുഡടി. അപ്പൊ ഞങ്ങളിന്ന് കേരള വന്നേക്കാണ്. അപ്പോ നമ്മുടെ കൂടെ ഗോപനുണ്ട്, ട്രാവൽ വിത്ത് ഗോപ്സിലെ ഗോപൻ. പിന്നെ ഇത് ഗോപന്റെ ഫ്രണ്ട് തമിഴ്. ഗോപൻ ഇരിക്കണേ നമുക്ക് ആകെ ഒരു എന്താണിപ്പോ എങ്ങനെ ചെയ്യേണ്ടത്. സാധാരണ ഞങ്ങൾ വ്ളോഗ് ചെയ്യുമ്പോൾ ചുറ്റുള്ള ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെയൊക്കെ മലയാളികളും മനസ്സിലാവുന്ന ആൾക്കാരുടെ കൂടെ ഞങ്ങള് പലതരം എന്താ പറയാ ഫുഡ് ടേസ്റ്റ് ചെയ്തൊക്കെ ചൈനീസ്, തായ് ഒക്കെ. ഇനി പിന്നെ ഞങ്ങളുടെ നാടൻ സ്റ്റൈലിലേക്ക് വന്നു. ചെട്ടിനാട് റെസ്റ്റോറൻറ്റിൽ വന്ന് ഞങ്ങൾ ചിക്കൻ 65 ബിരിയാണി ചിക്കൻ 65 ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പം അങ്ങനെ ഓരോരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗീ റൈസ്, ഇതൊന്നും ഞങ്ങൾക്ക് ബിന്ദുവിൽ കിട്ടാത്ത സാധനങ്ങളാണ്. ബിരിയാണി കിട്ടില്ല, ഗീ റൈസ് കിട്ടില്ല, നാട്ടിലേക്കാണ് പോകുന്നത്. നാട്ടിലെ ചായ പറഞ്ഞിട്ടാണ്. ഇതൊന്നും ഞങ്ങൾക്ക് ബിന്ദുവിൽ കിട്ടില്ല. ഇത് നമ്മുടെ ദോശനകത്ത് ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുള്ള സാധനമാണ്. അതായത് പൊടി ദോശ എന്ന് പറയും. നമ്മുടെ മുളകിൻ്റെ ചമ്മന്തിപ്പൊടി ആ സാധനം ഇതിനകത്ത് ഇങ്ങനെ തോന്നും. എന്നിട്ട് നല്ല നെയ്യ് ഒഴിച്ചിട്ട് ദോശ ഇങ്ങനെ ഉണ്ടാകും. അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇതിങ്ങനെ വലകിടും. അടിപൊളി, പൊളിച്ച്. ഇതാണ് ഒനിയൻ റവ ദോശ. കുറച്ച് ഡിഫറെന്റ് സാധനമാണ്. ചെട്ടിനാട് വെറൈറ്റിയാണ്. നോക്കിയോ, കിടല സാധനം. അതിന്റെ ചട്നി എന്നൊക്കെ പറഞ്ഞാൽ 1.5 ചട്നി വരും. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഗോപൻ പറഞ്ഞു നാളെ രാവിലെ 9:30 റെഡിയായി നിന്നോളെ, നമുക്ക് കോലാലംപൂർ മൊത്തം കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്ര തന്നെ.